ഒരാഴ്ചയിൽ നടന്ന വാർത്താചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പാതിവില തട്ടിപ്പ് പുകയുന്ന പ്രതിഷേധം. സംഘടനകളുടെ പിൻബലമില്ലാതെ അണിനിരന്നത് നിരവധി വനിതകൾ. കോർപ്പറേഷനെതിരെ ആഞ്ഞടിച്ച് എം വി ജയരാജൻ. മാലിന്യത്തിൽ കൈയിട്ട് വാരുന്നവരായി കോർപ്പറേഷൻ ഭരിക്കുന്നവർ മാറിയെന്നും ജയരാജൻ. അഴിമതിയിൽ അന്വേഷണം വേണമെന്ന് BJPയും. കോർപ്പറേഷനിലേക്ക് സംഘടിച്ചെത്തി അണികൾ. SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ വിതരണത്തിലെ അപാകത. KSU DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിൽ. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ. വിരമിക്കുന്ന അധ്യാപകർക്ക് സമാദരണം. പരിപാടി സംഘടിപ്പിച്ചത് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം, മേള കമ്മിറ്റികൾ സംയുക്തമായി. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ്. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരായെന്നും തോമസ് ഐസക്. സംസ്ഥാനം കടമ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. നോക്കാം വിശദമായ വാർത്തകൾ. പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂരിലെ മുഖ്യ പ്രതികൾക്കെതിരെ കേസെടുക്കുക, അവരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. രാവിലെ സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് സ്ത്രീകൾ നടത്തിയ ധർണ T പ്രേമജ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെ വന്നാൽ ബ്രഹ്മാവിന് പോലും തടുക്കാനാവില്ലെന്ന് സ്കൂട്ടർ തട്ടിപ്പിനിരയായ T പ്രേമജ. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനനെയും മറ്റ് പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രേമജ. ആദ്യം അടികൊടുക്കേണ്ടത് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത രാജാമണിക്കാണ്. പണം തിരിച്ചു ലഭിക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യില്ലെന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. പെണ്ണുങ്ങളെ പറ്റിച്ചതിന് പാവം പറ്റിച്ച പെണ്ണുങ്ങൾക്ക് ഒരു പാഠം ഈ നാട്ടുകാർക്ക്, നമ്മുടെ അരീക്കോടുകാർക്ക് ഒരു പാഠം പഠിപ്പിച്ചോളൂ. കണ്ണൂര് മൊത്തം നമ്മള് പെണ്ണുങ്ങളെ കീഞ്ഞാൽ എങ്ങനെയുണ്ടാകുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത്. എന്ന് തന്നെയായാലും നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളെ പൈസ കിട്ടിയേ പറ്റൂ, അതിലൊരു മാറ്റൂല. സ്ത്രീകളോട് കളിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന കളി പഠിപ്പിച്ചിട്ടേ നമ്മൾ നടക്കുന്നു, അതിലൊരു മാറ്റമില്ല. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ജില്ലയിലെ നൂറുകണക്കിന് സ്ത്രീകൾ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രതിഷേധവുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അനില തമ്പുരാൻ കണ്ടി, സെലിൻ NJ, സിന്ധു K, സൗമ്യ KV, ആര്യ TK, നഫീല AP, ഇബ്രീസ P തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഴുക്കുചാലിൽ നിന്നും കൈയിട്ട് വാരുന്നവരായി കോർപ്പറേഷൻ ഭരിക്കുന്നവർ അധപതിച്ചിരിക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ഓഡിറ്റിൽ കണ്ടെത്തിയ കോടികളുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ കൂട്ടാക്കാതെ വിഷയം മൂടിവയ്ക്കാനാണ് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ശ്രമിക്കുന്നതെന്ന് ജയരാജൻ ആരോപിച്ചു. മാലിന്യത്തിലും കൈയിട്ട് വാരുന്ന അഴുക്കുചാലിൽ മാത്രം ജീവിക്കുന്ന ഭരണക്കാരാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണക്കാർ. സാധാരണ അഴുക്കുചാലിൽ കൈയിടില്ല. അഴിമതിയുടെ മുന്തിരിച്ചാറ് നുണയാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പങ്കുകാരായ ആളുകൾ അഴുക്കുചാലിലൂടെ ഒരു 10 റുപ്യ ഒഴുകി പോകുമ്പോ അഴുക്കുചാലിൽ കൈയിട്ട് ആ 10 രൂപ എടുക്കണമെങ്കിൽ വേണ്ടി വരുന്ന കൈ ശുദ്ധമാക്കാൻ വേണ്ടി വരുന്നത് അതിനേക്കാൾ വലിയ ചെലവാണെന്ന് കണക്കാക്കി വെറുതെ വിടും. ഇക്കൂട്ടർ എന്തായി? മാലിന്യത്തിൽ കൈയിട്ട് വാരുന്ന അഴിമതിക്കാരായി. അത് അത്യപൂർവമേ നമ്മുടെ നാട്ടിലുണ്ടാകും. വെള്ളോര രാജൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് N സുകന്യ, CPM സംസ്ഥാന സമിതി അംഗം N ചന്ദ്രൻ, KP സുധാകരൻ, KP പ്രശാന്തൻ, KK ജയപ്രകാശ്, CK ജമാൽ, M ഉണ്ണികൃഷ്ണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷനിൽ തികഞ്ഞ അഴിമതി ഭരണമാണെന്ന BJPയുടെ ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കണ്ണൂർ കോർപ്പറേഷനിലെ വിവിധ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് BJP നടത്തിയ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ 3 വർഷത്തിന് ശേഷം ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആസ്തികളെ കുറിച്ച് നാട്ടിൽ പാട്ടാണ്. ഒരു അഭിഭാഷകനായി മാത്രം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തികളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പല മേഖലകളിലും ആരോപണങ്ങൾ ഉയരുകയാണ്, അഭിപ്രായങ്ങൾ ഉയരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഴിമതി നടത്തി ഇത്ര വലിയ ആളാവാൻ സാധിക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, പയ്യാമ്പലം ശ്മശാനത്തിന്റെ പേരിൽ, ശവദാഹം നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരിൽ കക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു ഒരു ഭരണകൂടത്തിന്റെ അവസ്ഥ? കത്തിയ വറകൾ അവിടെ ഉപയോഗിക്കുന്നു, പുറത്തുനിന്ന് കത്തിയ വറകൾ അവിടെ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെലവഴിച്ചു, വൈദ്യുത ശ്മശാനം നിർമ്മിച്ചു. 50,30,000 രൂപയാണ് അതിനുവേണ്ടി CSR ഫണ്ട് കിട്ടിയത്. ആ ഫണ്ട് ഉപയോഗിച്ച് അവിടെ പ്രവർത്തനക്ഷമമാകാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ അതിനെ പ്രവർത്തനക്ഷമമാക്കാതെ മാറ്റി നിർത്തുന്നു. കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർ VK ഷൈജു അധ്യക്ഷനായി. BJP കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ജിജു വിജയൻ സ്വാഗതം പറഞ്ഞു. C രഘുനാഥ്, UT ജയന്തൻ, TC മനോജ്, KT ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് S വിജയ്, സമീർ ബാബു, രാഗിണി ടീച്ചർ, ജ്യോതി T തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. KSU DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. ന്യായമായ ആവശ്യം സമരം ചെയ്യാൻ വന്ന ആൾക്കാരാ, അല്ലാണ്ട് നിങ്ങളെ ഷോ കാണാൻ വന്ന ആൾക്കാരല്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേട്ടോ, പിടിച്ച് തള്ളലല്ലേ, അതാണ് പോലീസിന്റെ അകത്ത് വെച്ചാൽ മതി, പുറത്തേക്ക് വേണ്ടിട്ടോ, പുറത്തേക്ക് വേണ്ട. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷനായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. തകർന്ന് തരിപ്പണമായിട്ടാ ഉള്ളത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ 2 മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ നവനീത് ഷാജി, അർജുൻ കോറം, അക്ഷയ് മാട്ടൂൽ, പ്രഗീത് മുണ്ടേരി, അർജുൻ ചാലാട്, യാസിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി ഒരിടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ചെലോറ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്നായിരുന്നു പരാതി. വിജിലൻസ് കണ്ണൂർ, കോഴിക്കോട് യൂണിറ്റുകളാണ് പരിശോധന നടത്തിയത്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ട AG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കെയാണ് വിജിലൻസ് പരിശോധന നടക്കുന്നത്. ഇന്ന് കാലത്ത് 11 മണിയോടെയാണ് വിജിലൻസ് CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിറ്റ് പരിശോധന ആരംഭിച്ചത്. വിജിലൻസ് സാമ്പത്തിക വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, റവന്യൂ, ആരോഗ്യ വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയലുകൾ പരിശോധനയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ട്. ബയോ മൈനിംഗ് സംബന്ധമായ രേഖകളും പരിശോധിക്കുന്നുണ്ട്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിന്നും 73,000
11,502 ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്ത കമ്പനിക്ക് കോർപ്പറേഷൻ നൽകിയത് 3 ബില്ലുകളിലായി 2.63 കോടി രൂപയാണ്. എന്നാൽ കോഴിക്കോട് NITയുടെ പരിശോധനയിൽ 24,042 ക്യൂബിക് മീറ്റർ മാലിന്യമേ നീക്കിയിട്ടുള്ളൂവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കോർപ്പറേഷൻ നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ നൽകേണ്ടത് 86.07 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ 1.77 കോടി രൂപ അധികം നൽകിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വികസന സ്ഥിരം സമിതി ചെയർമാൻ അടക്കം ചേലോറയിൽ നടന്നത് വൻ അഴിമതിയാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയം ഒരു തവണ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും അടുത്ത തവണ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. അടുത്ത കൌൺസിലിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കൌൺസിൽ ബഹിഷ്കരിച്ചിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ ജില്ലയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പള്ളിക്കുന്ന് പുഴാതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് പുഴാതി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഏത് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും ആ ബഡ്ജറ്റിൽ ഒരു കാരണവശാലും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നികുതി നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തവണ ഭൂനികുതി 50% വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാൻ കഴിയുന്നതിനേക്കാളും വേറെയാണ് എന്ന് നമുക്കറിയാം. 50% ഭൂനികുതി വർധനയോടുകൂടി ഇവിടെ ഒരേക്കർ പഞ്ചായത്തിൽ ഒരേക്കർ ഭൂമിയുള്ള ഒരു വ്യക്തിക്ക് 880 രൂപയും അതുപോലെ 500 രൂപയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ അത് 925 കോർപ്പറേഷനിൽ 1850 രൂപയുമായി വർധനവ് വരും. ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു വർധനവ് ഈ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് VC രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NV പ്രദീപൻ, കൂക്കിരി രാജേഷ്, കല്ലിക്കോടൻ രാഗേഷ്, NR മായൻ എന്നിവർ സംസാരിച്ചു. വസന്ത് പള്ളിയാമൂല, ഉഷാകുമാരി, K മോഹനൻ, വിഹാസ് അത്താഴക്കുന്ന്, അനൂപ് പൂച്ചാലി, N പുരുഷോത്തമൻ, അനൂപ് ബാലൻ, ആശ രാജീവൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഔദ്യോഗിക സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ, സഹ അധ്യാപകർ, ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ആൻഡ് മേള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടന്ന അധ്യാപക സമാദരണം 2025 പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ഔദ്യോഗിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള സംതൃപ്തി. അധ്യാപന രംഗത്തുണ്ടാവുന്ന നല്ല പ്രവർത്തനങ്ങളാണ് നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നത്. റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ അവരുടെ സന്തോഷവും അതുതന്നെയായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. അധ്യാപനം എന്ന മഹത്തായ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാലയത്തെ മാതൃകാ സ്ഥാപനമായും മൂല്യബോധമുള്ള സമൂഹമായും മാറ്റിയെടുക്കാൻ സാധിച്ച ഗുരുശ്രേഷ്ഠന്മാർക്ക് സ്നേഹപൂർവമായ യാത്രാമംഗളങ്ങളാണ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ആൻഡ് മേള കമ്മിറ്റി ഒരുക്കിയത്. ടീച്ചർ ഒരു സന്തോഷത്തോടു കൂടിയാണ് റിട്ടയർ ചെയ്യാൻ പോകുന്നത്. കാരണം മുമ്പില്ലാത്ത വിധത്തിൽ മനോഹരമായ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ടീച്ചറുടെ കാലത്ത് നിന്ന്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ഏത് മേഖലയിൽ ജോലി ചെയ്യും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചെയ്യുന്ന ആളുകളായാലും അവർ റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഔദ്യോഗിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങളോടുകൂടി റിട്ടയർ ചെയ്യുമ്പോഴാണ് ആ ഒരു സംതൃപ്തി ഉണ്ടാകുക. അതായത് അധ്യാപകരാകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന. HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉപഹാര സമർപ്പണം നടത്തി. കണ്ണൂർ നോർത്ത് BPC KC സുധീർ, ഡയറ്റ് ഫാക്കൽറ്റി ഷാജീവ് A, കണ്ണൂർ നോർത്ത് AEO സീനിയർ സൂപ്രണ്ട് ലതീഷ് ബാബു PC, കണ്ണൂർ നോർത്ത് NMO സന്ധ്യ PV തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിരമിക്കുന്ന അധ്യാപകരുടെ മറുപടി പ്രസംഗത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിറ്റി ന്യൂസ്, കണ്ണൂർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് കലക്ടറേറ്റ് പടിക്കൽ നടത്തിയ പൊതുയോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ തുച്ഛമായ ഒരു 7000 രൂപ എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് നമുക്ക് വില വർധനവ് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്ന ഈ ഒരു സാഹചര്യത്തിൽ 7000 രൂപ കൊണ്ട് ഒരു കുടുംബം പുലർത്തുവാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ യാത്രാ ചെലവും മറ്റ് കാര്യങ്ങളും കഴിയുമ്പോൾ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമാണ് അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത് നമുക്കറിയാം. പക്ഷേ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് 16 മണിക്കൂറും അതിലധികവും ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവർക്ക് വന്നു ചേരുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, ഉഷ അരവിന്ദ്, ശ്രീജ ആരംഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉഷാകുമാരി, ആശ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് 7000-ആയി വേതനം കൂട്ടിക്കൊടുത്തത് കഴിഞ്ഞ LDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന സർക്കാരുമാണ് ഇൻസെന്റീവ് നൽകേണ്ടത്. കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി ഇൻസെന്റീവ് നൽകാതിരിക്കുകയാണ്. അതുകൊണ്ട് ആശാ വർക്കർമാർ സമരം നടത്തേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ അല്ല, അതിന് തൊട്ടടുത്ത ഏജൻസീസ് ഓഫീസിന് മുന്നിലാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ആശാ വർക്കർമാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ. മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്, അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. 1000-ൽ നിന്ന് 7000 ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവ് കൂടി ചേർക്കുമ്പോൾ 13000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള സമരം ആശാ വർക്കർമാർ മാത്രമല്ല മറ്റു തൊഴിലാളി സംഘടനകളും മുൻനിർത്തി രാജ്യത്തെ CITU നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.